ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ 2025-26 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. മാത്തമാറ്റിക്സ് ആണ്, 9ാം ക്ലാസ്സിൻ്റേതാണ്, സെക്കൻഡ് ടേം എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഉത്തരങ്ങളും മുഴുവൻ ആൻസർ കീ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടും നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാവരുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഒരു തവണ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ആൻസർ കീ ആയിരിക്കും കൂടുതൽ പേര് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചില ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കും, ബാക്കി ആൻസർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓരോ സെക്ഷനും കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 13 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 7. വിച്ച് ഇസ് ദ ലാർജർ നമ്പർ? പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ ടിക്ക് ചെയ്തിരിക്കുന്നതല്ല കേട്ടോ ആൻസർ, ഇതിൽ ഞാൻ ടിക്ക് ചെയ്തതല്ല ഇത്. സോ അത് ആൻസർ ആണെന്ന് കരുതരുത്, ആൻസർ അതിന് ശേഷം നമ്മൾ പറയും. രണ്ടാമത്തെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 3, in the picture PQR are the midpoints of the sides of the larger triangle. The area of the larger triangle is 32 square centimeters. What is the area of triangle PQR? 4, among the given pair of numbers, product of which pair is a natural number? 5, in the picture what is the length of the hypotenuse of the right triangle? 6, mod x less than 2. Read the following statements about the number x. നെ കുറിച്ചിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. 6ന്റെ കറക്റ്റ് ആൻസർ ABCDയിൽ നിന്ന് ചൂസ് ചെയ്യാനാണ്. 7ാമത്തെ റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഏരിയ ഓഫ് അനദർ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഹാഫ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് 6 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. Statement 2, if two triangles have their sides scaled by the same factor, the scale factor of area is the square of the scale factor of the sides. ഇതിൽ ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യുക. 8 നമുക്ക് ഇതേപോലെ റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, the circumference of a circle is pi times its diameter. സ്റ്റേറ്റ്മെന്റ് 2, ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് പൈ ടൈംസ് ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. ഇതിലും അതേപോലെ തന്നെ ചൂസ് ദി കറക്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 8ഉം നമുക്ക് ചൂസ് ചെയ്യാനുള്ളതാണ്. 8 ഇതിൻ്റെ ആൻസർ ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഫസ്റ്റ് വൺ C, 10 ആണ് ആൻസർ വരിക. അപ്പോൾ നിങ്ങളിത് കറക്റ്റായി നോക്കിക്കോളൂ. ഒന്നാമത്തതിൻ്റെ ആൻസർ C, 10. രണ്ടാമത്തതിൻ്റെ ആൻസർ B ആണ്, -3. 2 + -3 -3. മൂന്നാമത്തതിൻ്റെ ആൻസർ 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് √2ഉം √8ഉം C ആണ്. 5ൻ്റെ ആൻസർ √5 ആണ്. ആറാമത്തതിൻ്റെ ആൻസർ D. ബോത്ത് 2 and 4 ആർ ട്രൂ ആണ്. ബോത്ത് 2 and 4 ആർ ട്രൂ. 7 C ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. 8 D ആണ്. ഓക്കെ, അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ C, 10. രണ്ടാമത്തതിൻ്റെ -3. 3 ആൻസർ 8. 4 √2 √8. 5 √5. 6 D. ബോത്ത് 2 and 4 ആർ ട്രൂ. 7 ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. 8 എന്താ? D. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെ, അപ്പോൾ 8 ആൻസർ ആയി. നെക്സ്റ്റ് വരുന്നത് This section has 6 questions of 3 score each. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ മറ്റേതൊന്ന് മാർക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പലരും ആൻസർ തെറ്റാണെന്നൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 8ാമത്തതിൻ്റെ ആൻസർ എന്താ നമ്മൾ പറഞ്ഞത്? D ആണ്. 8ാമത്തതിൻ്റെ D ആണ്. 7ാമത്തതിൻ്റെ C കേട്ടോ, ഞാനിതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 6ാമത്തതിൻ്റെ ആൻസർ എന്താ? 6ാമത്തതിൻ്റെ ആൻസർ D ആണ്. ഇതാണ് ആൻസർ കേട്ടോ. ഇനി ഇവിടെ വരുന്നത് 5 C ആണ്. അതേപോലെ 4ഉം C ആണ്. പിന്നെ നമുക്ക് 1, 2, 3യുടെ ആൻസർ ഒന്നും കൂടി നോക്കാം. 1, 2, 3 എന്താ വന്നിരിക്കുന്നത്? C 1, 2B,
3b. ഇപ്പോൾ എല്ലാം കറക്റ്റായെന്ന് വിചാരിക്കുന്നു. 1ൻ്റെ ആൻസർ സി, 2ൻ്റെ ബി, 3ൻ്റെ ബി, 4ൻ്റെ സി, 5 സി റൂട്ട് 5, 6 ഡി, 7 സി, 8 ഡി. ഓക്കെ, ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മളിവിടെ ആൻസർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് 9ാമത്തെ ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ സൈഡ് സ്കെയിൽ ബൈ 2.5 വരയ്ക്കേണ്ടത്. അപ്പോൾ 9 ചെയ്യണം. 10ാമത്തെ എന്താ, എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, -5, ബി 4, സി -3. അത് വെച്ചുകൊണ്ട് നമ്മൾ 3 ആൻസർ കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. a - b, b - c, a + b - c കണ്ടുപിടിക്കണം. 11 a ആണ്. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ is √108 square centimeters. If one side of the rectangle is 3 centimeters, find the length of the other side up to millimeters. 11ന് a ക്വസ്റ്റ്യനും ഉണ്ട്, ബി ക്വസ്റ്റ്യനും ഉണ്ട് അല്ലേ. അപ്പോൾ 11 a അല്ലെങ്കിൽ b എന്താ, ഫസ്റ്റ് 1bയുടെ പ്രൂവ് ദാറ്റ് 2 + √3 × 2 - √3 = 1. 2 കാൽക്കുലേറ്റ് 1/2 - √3 അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. അതേപോലെ തന്നെ 12 എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് 4ഉം y -3ഉം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മോഡ് x + മോഡ് y കാണണം. 2 ഫൈൻഡ് മോഡ് x + y കാണണം. തേർഡ് റൈറ്റ് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് x y സാറ്റിസ്ഫൈയിങ് മോഡ് x + മോഡ് y = മോഡ് ഓഫ് x + y കാണണം. അപ്പോൾ ദെൻ അതിനുശേഷം 13 എയും ഉണ്ട് ബിയും ഉണ്ട് കേട്ടോ. 13 എയുടെ എന്താ, ഒരു റെക്ടാങ്കിളിലെ പെരിമീറ്റർ 46 സെൻറ്റിമീറ്റർ ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് അടുത്ത സൈഡിനേക്കാളും 7 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ സൈഡെല്ലാം കാണണം, ലെങ്ത്. ബി എന്താ, അതിൽ രാഹുൽ ബോട്ട് എ ഫുട്ബോൾ ബൂട്ട് ആൻഡ് 2 ജേഴ്സീസ് ഫോർ 1600 rupees. രാഹുൽ എന്ത് ചെയ്തു, ഒരു ഫുട്ബോളും 2 ജേഴ്സീസും 1600 രൂപയ്ക്ക് വാങ്ങി. ബൂട്ടിന് 550 രൂപ കൂടുതലാണ് ജേഴ്സീനേക്കാളും. അപ്പോൾ വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച്, രണ്ടിൻ്റെയും പ്രൈസ് കാണണം. 14 പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഉണ്ട് 5x² + 3x + 1. ഫൈൻഡ് പി ഓഫ് 1, പി ഓഫ് 0, പി ഓഫ് -2 കാണണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത്ര എണ്ണത്തിന് ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ ബിയിലെ ആൻസേഴ്സ് കേട്ടോ. 9ാമത്തതിൻ്റെ ആൻസർ ആണ് ഇത്. ആൻസർ കണ്ടില്ല എന്ന് ആരും പറയരുത്. 9ാമത്തതിൻ്റെ ആൻസർ തുടങ്ങുകയാണ്. നമ്മളിതിനി ആൻസേഴ്സ് ആണ് എല്ലാത്തിനെയും പറയാൻ പോകുന്നത്. 9th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരയ്ക്കണമെങ്കിൽ ആദ്യം ഫോർ ഡ്രോയിങ് 60 ഡിഗ്രി ആൻഡ് 55 ഡിഗ്രി ആംഗിൾസ് ഓൺ ബോത്ത് ദ എൻഡ്സ് ഓഫ് ദിസ് ലൈൻ ആൻഡ് കംപ്ലീറ്റിംഗ് ദ ട്രയാങ്കിൾ. 60 ഡിഗ്രിയും 55 ഡിഗ്രിയും വരച്ചു. 7.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഗർ വരിക കേട്ടോ. 10ാമത്തതിൻ്റെ ആൻസർ പറയണം. ഫസ്റ്റ് 1 a - bയുടെ ആൻസർ -9 ആണ്. അടുത്തത് 2 b - cയുടെ ആൻസർ 7. അടുത്തത് 3 a + b - c ആണ് ആൻസർ 2. കണ്ടല്ലോ, എല്ലാത്തിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9ൻ്റെ ആൻസറും 10ൻ്റെ ആൻസറുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 11ാമത്തതിൻ്റെ ആൻസർ. 11ൽ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 11 എയുടെ ആൻസർ ആണ്. നമ്മൾ √108/3 ചെയ്തിട്ടുണ്ട്. ശേഷം 108നെ LCM വെച്ചിട്ട് ഫാക്ടേഴ്സ് ആക്കുക. 6 × 6 × 3 108 തന്നെയാണ്. /3 എഴുതി. ഈ 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 36ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. അതാണ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് 6. 6 √3/3 കൊടുത്തു. ഇനി 3യുടെ ടേബിളിൽ 3യും ഈ 6ഉം കട്ടാക്കണു. അങ്ങനെ 2 √3 ആൻസർ വരും. ഇനി √3യുടെ വാല്യൂ ആണ് ഈ 1.73. ഇത് പുട്ട് ചെയ്ത് കൊടുത്തു. 2 × 1.73 ചെയ്യുക. 3.46 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 34.6 ആൻസർ കിട്ടി. 11 ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 11 ബിയിലെ ആദ്യത്തതിൻ്റെ ആൻസർ വരുന്നത് 1 ആണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് 3.73 ആണ്. 1/2 - √3യുടെ ആൻസർ വരുന്നത് 3.73. അപ്പോൾ 11 എയും 11 ബിയും കഴിഞ്ഞു. ഇനി 12ലെ ഫസ്റ്റിൻ്റെ ആൻസർ പറയുന്നത് മോഡ് x + മോഡ് y ആണ്. മോഡിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം മോഡ് മാറ്റുമ്പോൾ +- ആവും കേട്ടോ. അപ്പോൾ 4 + 3 7 ആയി ആൻസർ. രണ്ടാമത്തതിൻ്റെ ആൻസർ 1 തന്നെയാണ്. മൂന്നാമത്തതിൻ്റെ ആൻസർ എക്സിൻ്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 3ഉം. 12ാമത്തതിൻ്റെ ആൻസർ ആണ് പറഞ്ഞത്. 12 7 1 3 എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 12 കഴിഞ്ഞാൽ 13A. 13A നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡ്. ഞാനിതിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇത് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് മെത്തേഡ് മാത്രം 2 മെത്തേഡിലൂടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും.
അപ്പോൾ സം ഓഫ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് എല്ലാം കൂടി കൂട്ടി 46/2 23. ഡിഫറൻസ് 7 അവർ തന്നിട്ടുണ്ട്. ഇനി ലെങ്ത് ഓഫ് ലോങ്ങർ സൈഡ് കാണാൻ 23ഉം 7ഉം കൂടി ആഡ് ചെയ്തു ബൈ 2 ചെയ്ത് 15 കിട്ടി. ലെങ്ത് ഓഫ് ഷോർട്ടർ സൈഡ് കാണാൻ 23ഉം 7ഉം മൈനസ് ചെയ്തു ബൈ 2 ചെയ്യും 8 സെൻറ്റിമീറ്റർ കിട്ടി. ഇത്രയും നമുക്കിവിടെ ചെയ്യണ്ടു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാട്ടോ, അല്ലെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി 13ബിക്കും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ രീതിയാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതി നോക്കാവുന്നതാണ്. If the excess 550 rupees is not taken, the total prices of a boot and 2 jerseys 1600 550 കുറച്ചാൽ 1050 രൂപ കിട്ടും. ഈ 1050 പ്രൈസ് 3 ജേഴ്സി ആണല്ലോ, അപ്പോൾ 1050/3 ചെയ്താൽ ഒരു ജേഴ്സിയുടെ വില കിട്ടും 350. പ്രൈസ് ഓഫ് എ ബൂട്ട് 350 ഈ 550 കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 350 + 550 ചെയ്താൽ 900 രൂപ കിട്ടും. അതാണ് നമ്മുടെ ബൂട്ടിൻ്റെ പൈസ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഈ എക്സും വൈയൂട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് എഴുതുക കേട്ടോ. ചില ടീച്ചേഴ്സ് ഈ എക്സ് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണം, എക്സും വൈയൂട്ട് ഡിനോട്ട് ചെയ്ത് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർ ഈ മെത്തേഡ് എഴുതുക. അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 14ാമത്തെ ആൻസർ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 5x² + 3x + 1 ആണ്. പി ഓഫ് 1 5 + 3 + 1 9 വന്നിട്ടുണ്ട്. പി ഓഫ് 0 പറയുന്നത് 1 ആണ്. പി ഓഫ് -2ൻ്റെ ആൻസർ പറയുന്നത് 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ 15, 16, 17, 18 18 അല്ല 19, 20 ഇത്രയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 15 എന്ന് പറയുന്നത് നമുക്ക് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ പെരിമീറ്ററും സൈഡിൻ്റെ റേഷ്യോ 2:3:4 വരുന്നതാണ് വരയ്ക്കേണ്ടത്. അടുത്തത് 16ാമത്തേന്ന് പറയുന്നത് ഇൻ ദ പിക്ചർ ലെങ്ത്, ആ തന്നിരിക്കുന്ന പിക്ചർ ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. 8 സൈഡുകൾ ഉണ്ടെങ്കിൽ ഹെക്സഗൺ കേട്ടോ. ഇതാണ് ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ? റെഗുലർ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ എന്താണെന്നും കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഇതിൻ്റെ സർക്കംഫറൻസ് കാണണം. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെരിമീറ്റേഴ്സ് ഓഫ് റെഗുലർ ഹെക്സഗൺ ആൻഡ് സർക്കിൾ അപ് ടു മില്ലിമീറ്റേഴ്സ്. 17 ആണെങ്കിൽ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ പി 90 ഡിഗ്രി ആണ്. ലൈൻ പി എസ് ഈസ് പെർപെൻഡിക്കുലർ ടു ക്യു ആർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് പി ക്യു എസ് ആൻഡ് പി ആർ എസ് ആർ ദ സെയിം, രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. 2 പ്രൂവ് ദാറ്റ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ from the square corner of the right triangle to the hypotenuse is h and it divides the hypotenuse into pieces of length a and b, then h square equal to ab. ഇത് പ്രൂവ് ചെയ്യേണ്ടതാണ് കേട്ടോ. h square is equal to ab നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ് ബി വരുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എ പി ബൈസെക്ട് ചെയ്യുന്നുണ്ട് ആംഗിൾ എ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ സി ഈക്വൽ ടു ക്യു സി. 1 പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾസ് എ ബി പി ആൻഡ് സി പി ക്യു ആർ ദ സെയിം. 2 പ്രൂവ് ദാറ്റ് എ ബി ബൈ എ സി ഈക്വൽ ടു പി ബി ബൈ പി സി. 18 ഫസ്റ്റത്തെ ഇൻ ദ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആൻഡ് y then x ഈക്വൽ ടു -1. 2 in the equation y equal to x square minus 6x plus 9 calculate y. xന്റെ വാല്യൂ 3 ആണെങ്കിലും x -1 ആണെങ്കിലും എന്താണെന്ന് കണ്ടുപിടിക്കണം. Can the value y be a negative number? yയുടെ വാല്യൂ ഒരു നെഗറ്റീവ് നമ്പർ ആകുമോ, എന്തുകൊണ്ട്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി 18 കഴിഞ്ഞാൽ 19 ഉണ്ട്. നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ സൈഡ് 9 സെൻറ്റിമീറ്റർ 10 17 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണണം, ഏരിയയും കണ്ടുപിടിക്കണം. 20 എന്താ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് മോഡ് x - 2 = 3 ആണ്. മോഡ് x + 4 = മോഡ് x - 6. ഇത് ഒന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ഓവർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റത്തെ ഓൺ ദ നമ്പർ ലൈൻ വാട്ട് ആർ ദ നമ്പേഴ്സ് ഡിനോട്ടിംഗ് ദ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 യൂണിറ്റ്സ് ഫ്രം 0. 2 ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ഗിവൺ സെമി സർക്കിൾ വാട്ട് ഇസ് ദ നമ്പർ ഡിനോട്ടിംഗ് ദ സെൻറ്റർ ഓഫ് ദ സെമി സർക്കിൾ. അപ്പോൾ നമ്മൾ ഇനി 15 മുതൽ 20 വരെയുള്ള ആൻസേഴ്സ് ആണ് നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 15 ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ടാണ് ഇവിടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എഴുതുക കേട്ടോ. 15ാമത്തെ കണ്ടല്ലോ, ഇതുപോലെയാണ് ഫിഗർ വരെയുക. നമുക്ക് 13 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നത്. നമുക്ക് 9 സെൻറ്റിമീറ്റർ ആണ് സ്ലാൻഡഡ് ഹൈറ്റ് വരേണ്ടത്. എന്താ വെച്ചാൽ റേഷ്യോ 2:3:4 ആണ്. ഇത് 3 കൂട്ടുമ്പോൾ 9 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് വരും. At one end of this line for dividing the 13 centimeter long, ഈ 13 സെൻറ്റിമീറ്റർ ലോങ് ലൈനെ നമ്മൾ ഈ റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് 2:3:4. ഇതുപോലെ വേണം വരയ്ക്കണമെങ്കിൽ കേട്ടോ.
16 റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ റെഗുലർ ഹെക്സഗൺ ആണ് 3 സെൻറ്റിമീറ്റർ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 16 1 പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ 6 × 3 18. 2 പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എത്ര വരിക 18.84 സെൻറ്റിമീറ്റർ. 3 ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് എത്ര വരും 0.84 × 10 8.4 mm എന്ന് വരും. നമുക്ക് 0.84 സെൻറ്റിമീറ്റർ ആണ് വരിക. സെൻറ്റിമീറ്ററിനെ 10 വെച്ച് ഇൻറ്റു ചെയ്ത് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ആക്കാം കേട്ടോ. 8.4 മില്ലിമീറ്റർ. ഇനി 17A 17B ഉണ്ട്. 17A ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 17A ഒന്നാമത്തതിൻ്റെ ആൻസർ ഇഫ് യു ടേക്ക് ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ. നമ്മൾ ട്രയാങ്കിൾ പി ക്യു ആർ എടുക്കുകയാണ്. ആംഗിൾ ക്യൂ ഈക്വൽ ടു x ഡിഗ്രി ആണ്. ദെൻ ആംഗിൾ ആർ എന്താണ്? ആംഗിൾ ആറിൽ നമ്മൾ എന്ത് എഴുതിയിട്ട് നോക്കൂ 19 - x ഡിഗ്രി. അതേപോലെ ആംഗിൾ ക്യൂ പി എസ്, ആംഗിൾ ക്യൂ പി എസ് അവിടെ എന്താണ് ക്യൂ പി എസ് 90 - x ഡിഗ്രി ആണ്. ആംഗിൾ എസ് പി ആർ x ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രൂവ് ചെയ്തിടുക. ഇവിടെ ആംഗിൾ ക്യൂ പി ആർ 90 ഡിഗ്രി ആണ്. ആംഗിൾ ക്യൂ എസ് പി ഈക്വൽ ടു ആംഗിൾ പി എസ് ആറും 90 ഡിഗ്രി ആണ്. രണ്ടാമത്തെ എച്ച് ബൈ ബി ഈക്വൽ ടു എ ബൈ എച്ച്. എച്ച് ഇൻറ്റു എച്ച് ഈക്വൽ ടു എ ഇൻറ്റു ബി വരും. എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ ആണ് എ ബി. എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്യുക. 17B ആണ് അടുത്തത് പറയുന്നത്. ആംഗിൾ ബി എ പി ഈക്വൽ ടു ആംഗിൾ സി എ പി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ ക്യു എ സി ഈക്വൽ ടു ആംഗിൾ എ ക്യു സി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ സി പി ക്യു ഈക്വൽ ടു വൈ ഡിഗ്രി. ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇത് എ ആണ്. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആംഗിൾ ബി എ പി ഈക്വൽ ടു ആംഗിൾ സി ക്യു പി. ഈ സി ക്യു പി ആണ് പറയുന്നത്. എക്സ് ഡിഗ്രി ആണ്. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ സി പി ക്യു വൈ ഡിഗ്രി. ആംഗിൾ എ ബി പി ഈക്വൽ ടു ആംഗിൾ പി സി ക്യു. രണ്ടാമത്തെ പി ബി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ ക്യു സി വരും. പി ബി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് വരും. ആൻസർ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി 18 ആണ്. 18 ഫസ്റ്റ് ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. മൈനസ് അല്ല, വെറും 4 ആണ്. -2 × -2 ആണ്. -2 ഹോൾ സ്ക്വയർ 4 ആണ് കേട്ടോ. 18 രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് ആദ്യം വൈയെ നമ്മൾ പുട്ട് ചെയ്ത് കൊടുത്ത് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 0 വരും. പിന്നെ അടുത്തത് വൈയുടെ ആൻസർ 16 വരുന്നുണ്ട്. y ഒരിക്കലും നെഗറ്റീവ് ആവില്ല. y ഈക്വൽ ടു x സ്ക്വയർ - 6x + 9 ദാറ്റ് ഇസ് ഈക്വൽ ടു x സ്ക്വയർ - 2 × x × 3 + 3 സ്ക്വയർ. അതിന് നമ്മൾ x - 3 ഹോൾ സ്ക്വയറിൽ എഴുതാം. അപ്പോൾ സ്ക്വയർ ഓഫ് എനി നമ്പർ ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ് ആണ് വരിക. 19 ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. 9 + 10 + 17 36 വരും. രണ്ടാമത്തതിൻ്റെ ആൻസർ ഏരിയ കാണാനാണ്. ആദ്യം എസ് കണ്ടു 18. ഏരിയ കാണാൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ് നമ്മുടെ ഫോം. എസ് 18 കിട്ടിയിട്ടുണ്ട്. 18ന് ഇതുപോലെ എടുത്ത് എഴുതുക. ദെൻ മൈനസ് ചെയ്ത ആൻസർ റൂട്ട് ഓഫ് 18 × 9 × 8 × 1. എഗൈൻ അതിനെ ഫാക്ടേഴ്സ് ആക്കുക. 18നെ 2 × 3 × 3 ആക്കി. 9നെ 3 × 3 8നെ 2 × 2 × 2. ഇനി നമ്മൾ അതിൻ്റെ പേരിനെ മാത്രം താഴേക്കെടുത്ത് എഴുതുക. 2 3 3 2 36 സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. ഇനി 20A 20Aയുടെ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് എക്സിൻ്റെ വാല്യൂ 5 കിട്ടും. അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ -1 ആണ് കിട്ടുക. മോഡ് x - 2 ആയിട്ട് 3നെ കൊടുത്തു. മോഡ് മാറ്റി എക്സിനെ പുറത്തിട്ടു. അപ്പോൾ -2 + 2 എന്ത് ചെയ്യും? -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. അപ്പോൾ 5 വരും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. കാരണം ഈ 3 ഇപ്പുറത്തേക്ക് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. +3 ഉള്ളിലേക്ക് വരും. -3 ആവും. -1ഉം ആകാം ആൻസർ. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x + 4 = x - 6 അല്ലേ? അതിൻ്റെ ആൻസർ വരുന്നത് 1 ആണ്. ഓക്കെ, 20A കഴിഞ്ഞാൽ 20B ആണ്. 20Bയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 4 - 4 ആണ്. 4 - 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത് ഡയമീറ്റർ 10 ആണ്. നമ്പർ ഡിനോട്ടിങ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ 2 തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് സ്റ്റെപ്പ് വന്നിരിക്കണം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അത് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് മാക്സിമം ചുരുക്കി പറയുന്നത്. ആൻസർ നിങ്ങൾ പൗസ് ചെയ്ത് വെച്ച് നോട്ട് ചെയ്യുക വേണ്ട ആളുകൾ. സെക്ഷൻ ഡി 21 ആണ്. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ദ സെയിം ആംഗിൾസ് ഓഫ് ദ ഗിവൺ ക്വാഡ്രിലാറ്ററൽ ആൻഡ് സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ 1.5. ഇതേപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം. സൈഡ് സ്കെയിൽ ചെയ്യേണ്ടത് 1.5. 22 ആണ്. 22 നമുക്ക് തന്നിരിക്കുന്നത് ഇൻ ദ പിക്ചർ 2 സ്ക്വയേഴ്സ് ആർ ജോയിൻ ടുഗെദർ. 2 സ്ക്വയറുകളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്മോൾ സ്ക്വയർ. 2, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AC. 3, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ അപ് ടു മില്ലിമീറ്റേഴ്സ്. 23A ആണെങ്കിൽ നമുക്ക് A ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻ ഉണ്ട് ചെയ്യാൻ. നമുക്ക് ആദ്യം തന്നെ ഈ ടേബിളിൽ ABCD കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ, റൈറ്റ് എ പെയർ ഓഫ് ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സ് XY സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ x² - y² = 0. ഓർ ഉണ്ട്. ഓർ B ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് y കാൽക്കുലേറ്റ് ചെയ്യണം. വെൻ x = -1/3 ഇൻ ദ ഇക്വേഷൻ y = 1/x. 2, കാൽക്കുലേറ്റ് y വെൻ x = -3 ഇൻ ദ ഇക്വേഷൻ y = 1/x + 1 + 1/x - 1. Calculate z when x = -4, y = -2 in the equation z = x/y - y/x. 24Aയും അതുപോലെ തന്നെയാണ്. സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. സൈഡുകളെല്ലാം 1 മീറ്റർ കൂട്ടി. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1400 സ്ക്വയർ മീറ്റർ ആണ്. ഈ ഏരിയയും ഒരു 1 മീറ്റർ കൂട്ടുകയാണെങ്കിൽ അതെന്തായി മാറുന്നു? അത് എന്തായി മാറുന്നു? 1554 സ്ക്വയർ മീറ്റർ ആയിട്ട് മാറുന്നു. 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ. എങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. എങ്കിൽ റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണുക, റെക്ടാങ്കിളിൻ്റെ പെരിമീറ്ററും കാണുക. അതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കാലണ്ടറാണ് തന്നിരിക്കുന്നത്. കാലണ്ടറിൽ നമുക്ക് 6 കോളങ്ങൾ, 9 ഇത് തന്നിട്ടുണ്ട് അവർ, 9 കോളംസ്. അതിൽ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ്. ഈ ഡയഗണൽ പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് കാണണം. 2, എക്സ്പ്ലെയിൻ യൂസിങ് ആൽജിബ്ര വൈ വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. ഏത് സ്ക്വയേഴ്സ് എടുത്ത് നോക്കിയാലും ഒരേ വ്യത്യാസമാണ് കിട്ടുന്നത്, അതെന്തുകൊണ്ടെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ 22, 23, 24 നമുക്ക് നോക്കാം. 21ാമത്തതാണ് കേട്ടോ ആദ്യം. 21, by changing the sides and the diagonal of the given quadrilateral by 1.5 times for completing the quadrilateral complete ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ 6 × 1 1/2 ചെയ്യുക. അപ്പോൾ എത്ര കൂടുക? 9 ആവും. അത് 4 × 1.5 ചെയ്യുമ്പോൾ 6 ആവും. 5 × 1.5 ചെയ്യുന്ന സമയത്ത് 7.5 ആവും കേട്ടോ. നെക്സ്റ്റ് 3 × 1.5 ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്, ഒരു മിനിറ്റ് നോക്കട്ടെ, 3 × 3 + 1 4 തന്നെയാണ് വരിക. ഇങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെ വന്നു ഡൗട്ട് വേണ്ട, ഞാൻ അതിനാണ് വീണ്ടും കാട്ടിയത്. 15/2 7.5. ഓക്കെ, ഇത് 1.5 ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 5 × 1/2 കണ്ടല്ലോ, 5 × 1.5 കണ്ടില്ലേ. ഇത് 2.5 ഇട്ട് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് 1.5 ഇട്ട് ചെയ്താലും ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സംശയം വരണ്ട, അതാണ് ഞാനിവിടെ കാണിച്ചത്. 5 + നമുക്ക് എന്തെന്ന് വരും? 15/2 വരിക. ഇതിൽ നമുക്ക് 7.5 കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്താലും മതി, ഒന്ന് തന്നെയാണ്. അടുത്ത് 4.5. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരിക. 22 1 22 ഫസ്റ്റത്തെ ആൻസർ വരുന്നത് 4√2 സെൻറ്റിമീറ്റർ. 22 രണ്ടാമത്തെ ആൻസർ വരുന്നത് BCയുടെ ആൻസർ 5√2ഉം ACയുടെ ആൻസർ 9√2 സെൻറ്റിമീറ്ററും വരും. എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യുക. 22 3 പെരിമീറ്റർ കാണാനാണ്. പെരിമീറ്റർ കാണാൻ നമ്മൾ ആദ്യം എല്ലാം ചുറ്റളവെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം എടുത്ത് എഴുതുക. അത് റൂട്ട് അല്ലാത്ത നമ്പറുകളെല്ലാം നമ്മൾ ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ 28 കിട്ടും. പിന്നെ റൂട്ട് കോമൺ ആണ് √2. അപ്പോൾ ആ √2നെ എടുത്ത് എഴുതുക. 28 × √2ൻ്റെ വാല്യൂ ആയ 1.41 ചെയ്താൽ നമുക്ക് 39.48 സെൻറ്റിമീറ്റർ ആൻസർ കിട്ടും. 39.48 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാൻ 10 വെച്ച് ഇൻറ്റു ചെയ്യുക. 39.48 × 10 ചെയ്യുമ്പോൾ 394.8 ആൻസർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 23A ആണ്. 23Aയിൽ ആദ്യം
ABCD എല്ലാം നമുക്ക് കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ A ആൻസർ വരുന്നത് -35, ബിയുടെ ആൻസർ വരുന്നത് -5, സിയുടെ ആൻസർ വരുന്നത് -14, ഡിയുടെ ആൻസർ വരുന്നത് -10. ഓക്കെ, ഇനി രണ്ടാമത്തതിൻ്റെ ആൻസർ x1ഉം y -1ഉം ആൻസർ വരും. ഓക്കെ, 23B ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 23Bയുടെ ആദ്യത്തിൻ്റെ ആൻസർ y =-3 ആണ്. രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് -3/4 ആണ്. y =-3/4. മൂന്നാമത്തെ yയുടെ ആൻസർ വരുന്നത് 1/2 ആണ്. 1.5 വരും. എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഫുൾ സ്റ്റെപ്പ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി 24A ആണ്. 24Aയിൽ there is a correction in the question. ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ ഉണ്ട്. The sentence, if the area increased by 1 meter, it would be 1554 square meters. Should be changed like this. If the sides increased by 1 meter, it would be 1554 square meters. Okay. If you take the length of the sides of the rectangles as x meter and y meter, then x minus 1 into y minus 1 1400 കിട്ടും. അതിനെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഈ x into x xy ആയി, x into x അല്ല, x into y xy minus x plus y plus 1 that is equal to 1400 എന്ന് ഇക്വേഷൻ മാറ്റി താഴത്തേക്ക് വരിക. ഈ +1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. 1400 1 പോയാൽ 1399 വരും. ഓക്കെ, ദെൻ xy plus x plus y plus 1 equal to 1554 അവർ തന്നിട്ടുണ്ട്. അത് പുട്ട് ചെയ്ത് കൊടുക്കുക. എഗൈൻ എന്ത് ചെയ്യുക? ഈ +1 അപ്പുറത്ത് കൊണ്ടുപോയാൽ -1 ആയി. അപ്പോൾ ആൻസർ 1553. രണ്ട് ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യുക. അതായത് ഈ രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2952 കിട്ടും. 2xy = 2952 വരും. xyനെ പുറത്തിടുക. 2952/2 ചെയ്യുക. 1476 ആൻസർ വരും. ഫസ്റ്റത്തെ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരിക. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കാണാനാണ്. നമുക്ക് 1476 കിട്ടിയിട്ടുണ്ട് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഇനി പുട്ട് xy = xyയുടെ ഭാഗത്ത് 1476 ഇടുക. ഇക്വേഷൻ 2ലാണ് ഇടേണ്ടത്, ഇതിൽ കേട്ടോ. x plus y equal to എന്ത് ചെയ്യുക? 1553 നിന്ന് 1476 മൈനസ് ചെയ്യുക. 77 കിട്ടും. പെരിമീറ്റർ കാണാൻ 2 into x plus y ചെയ്യുക. x plus y 77 കിട്ടിയിട്ടുണ്ട്. 2 into 77 ചെയ്താൽ 184 മീറ്റർ നമുക്ക് ആൻസർ കിട്ടും. 24B ആണ് ഫസ്റ്റത്തെ ആൻസർ വരുന്നത്. 64 നിന്ന് 36 പോയി 28 ആൻസർ വരും. 24Bയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ടേക്ക് ദ സ്മോളസ്റ്റ് നമ്പർ as x, ചെറിയ നമ്പറിനെ x ആയി എടുത്താൽ then the numbers are x, x plus 2, x plus 14, x plus 16. ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ് കാണാൻ ഡയഗണലി വരുന്നവരെ നമ്മൾ ആഡ് ചെയ്യുക. ഈ രീതിയിൽ ഇൻഡു ചെയ്യുക. ദെൻ മൈനസ് ചെയ്തിട്ട് ഡിഫറൻസ് ആദ്യം നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 28 തന്നെ വരും എങ്ങനെ ചെയ്താലും. ഇനി 25 ആണ്. 25 A B ഉണ്ട്. 25A, ഇൻ ദ പിക്ചർ O ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് അപ് ടു 2 ഡെസിമൽ പ്ലേസസ് കാണണം. അല്ലെങ്കിൽ B, ഇൻ ദ പിക്ചർ 4 സെമി സർക്കിൾസ് ഓഫ് സെയിം റേഡിയസ് ആർ ഡ്രോൺ ഇൻ എ റെക്ടാംഗുലർ സൈഡ് 8 centimeters and 4 centimeters. ഫസ്റ്റ്, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് 1 സെമി സർക്കിൾ? ഒരു സെമി സർക്കിളിൻ്റെ റേഡിയസ്. 2, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. 3, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്. 26, സൈഡ്സ് ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഓഫ് എഡ്ജസ് 2 centimeter, 3 centimeter, 5 centimeters ആർ ഓൾ എക്സ്റ്റെൻഡഡ് ബൈ ദ സെയിം മെഷർ ടു മേക്ക് എ ലാർജർ റെക്ടാംഗുലർ ബ്ലോക്ക്. First, denote the extended measure as x centimeter. Write the length of 3 edges of the new rectangular block in the terms of x. 2, denote the volume of the new block as v of x. Write the relation between x and v of x as an equation. 2, calculate v of 1. ഇത്രയും ചെയ്യണം. 25 രണ്ടെണ്ണം, 26 ഉണ്ട്.
25A നോക്കാം. 25Aയിൽ ഏരിയ ഓഫ് ദി സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ് ഫോർമുല. ആർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 6 സ്ക്വയർ ചെയ്യുക, 36 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ. 2 ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്, കാണാനുള്ള ഫോർമുലയാണ് √3/4 എ സ്ക്വയർ. എ എന്ന് പറയുന്നത് 6 തന്നെയാണ്, 6 √3/4 ഇൻറ്റു 6 ഇൻറ്റു 6 ചെയ്യുക, അപ്പോൾ 9√3 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. 3 ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് കാണാൻ ഏരിയ ഓഫ് ദ സർക്കിളിൽ നിന്ന് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ചെയ്യുക, 36 പൈയിൽ നിന്ന് 9√3 മൈനസ് ചെയ്യുക. √3യുടെ വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. പൈയുടെ വാല്യൂ 3.14 ആണ്. 36 ഇൻറ്റു 3.14 അതേപോലെ 9 ഇൻറ്റു 1.73 ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 113.04 കിട്ടും, മൈനസ് 15.57 മൈനസ് ചെയ്യുമ്പോൾ 97.47 സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മുടെ ആൻസർ ആയിട്ട് വരും. 25B റേഡിയസ് ഓഫ് ദ സെമി സർക്കിൾ 2 സെൻറ്റിമീറ്റർ ആണ്. 2 ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ 8 ഇൻറ്റു 4 32 തന്നിട്ടുണ്ട്, കൊടുത്തിരിക്കുന്നു. 3 ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് കാണാൻ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ മൈനസ് 2 ഇൻറ്റു ഏരിയ ഓഫ് ദ സർക്കിൾ കാണണം. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്താ 32 ആണ്, മൈനസ് ചെയ്തു 2 എഴുതി. ഏരിയ ഓഫ് ദ സർക്കിൾ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ, ദാറ്റ് മീൻസ് 32 മൈനസ് 8 പൈ വരും. പൈ വാല്യൂ ആണ് 3.14 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 8 ഇൻറ്റു 3.14 വാല്യൂ കാണുക. അടുത്ത സ്റ്റെപ്പിൽ 32 മൈനസ് 25.12 ചെയ്യുക, മൈനസ് ചെയ്യുമ്പോൾ 6.88 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ വരും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. താഴെ തന്നിരിക്കുന്നത് ഡയറക്റ്റ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് കണ്ടു എന്ന് മാത്രം. രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 26 ഫസ്റ്റത്തെ ആൻസർ വരുന്നത് 2 + x 3 + x 5 + x. രണ്ടാമത്തെ ആൻസർ v of x equal to 2 plus x into 3 plus x into 5 plus x. ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഒന്നും എഴുതിയിട്ടില്ല, വെച്ചത് ഇൻറ്റു എന്നാണ് കേട്ടോ മീനിങ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, 3x അല്ലേ, 1 2 3 x ക്യൂബ് പ്ലസ് 10x² പ്ലസ് 31x പ്ലസ് 30. മൂന്നാമത്തതിൻ്റെ ആൻസർ v of 1 equal to 1 plus 10 plus 31 plus 30 72 എന്ന് വരും. ഓർ അതല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം, അപ്പോഴും 32 വരും. v of 1ന് ഡയറക്റ്റ് 2 + 1 3 + 1 5 + 1 ചെയ്യുമ്പോൾ 3 4 6 ഇൻറ്റു ചെയ്യുമ്പോൾ 72 വരും. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് 26 ക്വസ്റ്റിനും 26 ക്വസ്റ്റിൻ്റെ ആൻസേഴ്സും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആവശ്യമുള്ള രീതിക്ക് പൗസ് ചെയ്ത് വെച്ച് കണ്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.